മൊത്തം എടുക്കുകയാണെങ്കിൽ 1 2 4 5 5 2 7 കൂടി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നിന് 13 ഉറുപ്പിക വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞു. മൊത്തം കിട്ടുകയാണെങ്കിൽ ഒന്നിന് 11 ആണെങ്കിൽ സാധനം കച്ചവടമായി. ഇതിപ്പോ 25,000 പറയുന്നുണ്ട്. 22 ലാസ്റ്റ് കൊടുക്കേണ്ടി വരും. പൊട്ടും പൊളില്ലാത്ത സാധനം, കേടില്ലാത്തത്, നല്ലത് കൊണ്ട് ഇവിടെ വന്നല്ലേ 40,000 പറഞ്ഞ് അതന്നെ 45 കൊടുത്താ കിട്ടും. അതാണ് കച്ചവടം. അതന്നെ കടല്ല റെഡി ക്യാഷിന്റെ കച്ചവടം മാത്രമേ ഉള്ളൂ. അടുത്തത് ഒരു കാക്കത പോത്തുംകുട്ടികളെ കൊടുത്തെടുക്കുന്നു. പോത്തുംകുട്ടികളെ വണ്ടിയിൽ മൊത്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ചന്തയിൽ വണ്ടി കയറ്റാൻ സ്ഥലമില്ല. ചന്തയിൽ വണ്ടി കയറ്റാൻ സ്ഥലമില്ല. വണ്ടി കയറ്റാൻ സ്ഥലമില്ലാതെ വണ്ടികളെ താഴ്ത്തിക്ക് ഇറക്കി വിടുന്നു. ഇന്ന് നല്ല സാധനങ്ങളുണ്ടല്ലേ, ഇഷ്ടം പോലെ. വേണ്ടത് തിരഞ്ഞോക്കി എടുക്കാം. വണ്ടി അതാ താഴ്ത്തിക്ക് ഇറക്കി. എല്ലാവർക്കും നമസ്കാരം. കന്നുകാലികൾ ഏറ്റവും വില കുറവിൽ വാങ്ങാനുള്ള ഒരു ചന്തയിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കണ്ടമാന സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഓരോന്നിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സാധനം 2 3 3 6 7 അല്ല 7 മൊത്തമായിട്ട് കച്ചവടമായി. 7 ഒറ്റടിക്ക് കച്ചവടമായി. ഇതേപോലെ മൊത്തം എടുക്കാനായിട്ട് വരണം. എന്നാൽ നല്ല ലാഭത്തിൽ സാധനമുണ്ട്. കച്ചവടം സെറ്റായില്ല. 3 2 5 ഒരുമിച്ച് കച്ചവടമായി. 5 ഒരുമിച്ച് കച്ചവടമായി. അതാണ് ഇവിടെ മൊത്തം എടുക്കാനായിട്ട് വരണം. ഒരു വണ്ടിക്കുള്ള സാധനം എടുക്കാനായിട്ട് വരണം. എന്നാൽ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വണ്ടി മൊത്തം ലോഡ് സാധനങ്ങൾ വാങ്ങിച്ച് ലോഡാക്കിയിട്ടുണ്ട്. ആളുകൾ അതേപോലെ കണ്ടമാന ആളുകൾ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ചന്തയ്ക്ക് പുറത്ത് ലോഡ് ഇറക്കിയിട്ട് കൊണ്ടുവരണം, കന്നുകളെ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മളെ ചന്തയിൽ ഇതാ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ടമാനം സാധനങ്ങൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. കണ്ടമാനം സാധനങ്ങളുണ്ട്. ചന്ത ഏകദേശം ഫുള്ളായിരുന്നു. എല്ലാം ഫുള്ളായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു ലോഡ് ഇതാ വണ്ടി ഫുള്ളാക്കി കൊണ്ടുപോകണം. അത്രയും വില കുറവിലാണ് ഇന്നത്തെ ചന്ത. ഈ ഒരു സെക്ഷനിൽ മൊത്തമായിട്ട് മൂരികളും പൈക്കളും ഉണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം മൂരികളും പൈക്കളും. അതാ കാളകൾ മൂരി പെരുത്ത സാധനങ്ങളാണ് ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത്. ഇത് നമ്മളെ ചന്തയുടെ മുകളിലുള്ള സെക്ഷനാണ്. 2 സെക്ഷനായിട്ടാണ് വരുന്നത്. ഇവിടെ ആ ഒരു സെക്ഷനിൽ നല്ല കാളകളെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സൈസ് സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ തൊഴുത്തിൽ അവിടെ വാങ്ങിച്ച് കെട്ടിയ സാധനങ്ങളൊക്കെ ആ തൊഴുത്തിലുണ്ട്. ഇപ്പോൾ 47 ഉറുപ്പിയാണ് ഇപ്പോൾ ഇതിന് വില പറഞ്ഞിട്ടുള്ളത്. വില പറഞ്ഞത് 47 ഉറുപ്പിയാണ്. അടുത്ത കാള ഇറങ്ങിയിട്ടുണ്ട്. കളയും എത്ര ലാസ്റ്റ് എത്ര പറഞ്ഞു? ഓല് പറയുന്നത് 1.10 എത്ര പെട്ടി നമുക്ക് കൊടുക്കാം? നമ്മള് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കാണ്. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കാണ്. 90 വരെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അതൊക്കെ സംഖ്യ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം 90 രൂപ വരെ ഇപ്പൊ ഇതിന് വില പറഞ്ഞു നിൽക്കുന്നുണ്ട്. കുറയാനും കൂടാനും സാധ്യതയുണ്ട്. നമ്മൾ ഏത് ചന്തയിൽ വന്നാലും നന്നായിട്ട് ബാർഗൻ ചെയ്യാം. വില നന്നായിട്ട് ബാർഗൻ ചെയ്തിട്ട് വേണം സാധനം മേടിക്കാനായിട്ട്. കച്ചവടക്കാർ ആദ്യം വില പറയും. എന്നിട്ട് ആ വിലക്കുള്ള മുതലുണ്ടോ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വില വീശാം. ഇപ്പോൾ പോത്ത് കച്ചവടമായി. കച്ചവടം എന്ന് പറഞ്ഞാൽ ഇതാണ് കച്ചവടം. സാധനം കച്ചവടമായി. ആ 3 കച്ചവടമായി. 2 ഉള്ളൂ അല്ലേ? 2 കച്ചവടമായി. അടുത്തത് സാധനം കച്ചവടമായിട്ടാണ് പോകുന്നത്. ഇടത്തരം കന്നാൻ പോകുന്നു.
അപ്പൊ സാധനം അതാ കച്ചവടമാക്കി അതാ കൊണ്ടുപോകുന്നു. ഇപ്പൊ രണ്ട് മൂലിയ പോകും, മൂലി സാധനം കച്ചവടമാക്കി കണ്ട ആളുകൾ സാധനം എടുക്കാൻ വേണ്ടി വന്നുള്ളതാണ്. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായി കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം കച്ചവടപ്പായി പോയിട്ടുണ്ട്. അടുത്ത കച്ചവടം നടക്കണം. മൂരിക്കുട്ടികളെ കച്ചവടം നടക്കണം. കൃഷ്ണേട്ടാ എന്തേലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് കൊടുക്ക്. നമ്മളെ ചെക്കന്മാരല്ലേ അതന്നെ. കൃഷ്ണേട്ടന്റെ മൂരിക്കുട്ടികളാണ്. ഇപ്പൊ ഈ 3 എണ്ണത്തിന് കച്ചവടമാണ്. എന്താ ഈ 3 എണ്ണമായിട്ടുള്ള കച്ചവടമാണ്. കച്ചവടം കടുംപിടുത്തത്തിലാണ്. കൃഷ്ണേട്ടന്റെ കച്ചവടം അടുത്തതിന്റെ കച്ചവടം നടക്കുന്നു. ഇതാണ് ഇപ്പൊ കച്ചവടമാക്കുന്നത്. ഈ മൂലിക്കുട്ടിയാണ് ഇപ്പൊ കച്ചവടമാക്കുന്നത്. അതാണ് കച്ചവടം. ഇന്ന് എവിടുന്ന് കിട്ടൂല കേക്ക്. ഇത് കഴിഞ്ഞ് ഇന്നത്തെ കഴിഞ്ഞ് ഈ ഒരു സെക്ഷനിൽ മൊത്തം മൂരികളാണ്. നല്ല കിൻഡലിന്റെ അപ്പുറം വെയിറ്റുള്ള സാധനങ്ങളാണ്. ഈ മൂരിന്റെ കച്ചവടമാണ് നടക്കുന്നത്. വില പേശിയാണ്, വില കൊണ്ട് ഒത്തിട്ടില്ല. കച്ചവടമാക്കിയില്ല അടുത്ത് ആ സാധനം കച്ചവടമായി. നമ്മളെ കൃഷ്ണൻ്റെ അടുത്തുണ്ടായിരുന്ന സാധനം കച്ചവടമായി. അതിവിടെ വന്ന കാങ്ക്രേജിൽ പെട്ടുള്ള കാളകളാണ്. 2 എണ്ണം ഉണ്ട്. 2 കാളുണ്ട്. കാങ്ക്രേജ് കാള. പോത്ത് ലോഡ് ഇറങ്ങിയിട്ടതാ പോണ്. പോത്ത് വാങ്ങിച്ച സാധനങ്ങളതാ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് കൊല്ലന്നൂർ ചന്തയാണ്. കൊല്ലന്നൂർ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നമ്മളെ എടപ്പാൾ ചങ്ങനകുളം കഴിഞ്ഞ് നടുവട്ടത്ത് നിന്ന് നേരെ ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലന്നൂർ. ഇവിടെ എല്ലാ തിങ്കളാഴ്ചയാണ് ഇവിടെ ചന്ത നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഈ വരുന്ന ഞായറാഴ്ച ചന്ത ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങും. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ, കന്നിന് ആവശ്യമുള്ള ആളുകൾ നേരത്തെ കാലത്ത് ഇവിടെ വരിക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.